വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിൽ കണ്ടതുപോലെ എൻ്റെ ഒരു 1 ഇയർ മെൻസ്ട്രൽ കപ്പ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മളെ പീരിയഡ്സ് ടൈമിൽ നമ്മൾ സാനിറ്ററി പാഡിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് 3 സൈസിലാണ് വരുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് ആണ്. സ്മോൾ എന്ന് പറയുമ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, 18 വയസ്സിന് താഴോട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് മീഡിയം സൈസ് ആണ്, 18 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക്. ഇപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞവരാണ്, നമ്മൾ C-സെക്ഷൻ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ മീഡിയം സൈസ് തന്നെ മതിയാവും. പിന്നെ വരുന്നത് ലാർജ് ആണ്. ലാർജ് 30 വയസ്സിന് മേളിലോട്ടുള്ളവർക്കാണ് ലാർജ് സൈസ് വരുന്നത്. പാഡിനെയും മെൻസ്ട്രൽ കപ്പിനെയും വെച്ചിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, പാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാസം 2 പാക്കറ്റെങ്കിലും എന്തായാലും വേണ്ടി വരും. പക്ഷേ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ 300 രൂപയ്ക്ക് അകത്താണ് നമുക്ക് 10 വർഷത്തേക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തന്നെ മതിയാവും. നന്നായി കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 10 വർഷത്തേക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തന്നെ നമുക്ക് മതിയാവും. അതുപോലെ തന്നെ പാഡ് വെക്കുന്ന സമയത്ത് നമുക്ക് റാഷസ് ഉണ്ടാവും, നമുക്ക് ലീക്കേജ് ഉണ്ടാവും, നമുക്ക് കംഫർട്ടായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മെൻസ്ട്രൽ കപ്പിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ നമുക്ക് റാഷസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല, നമുക്ക് ലീക്കേജ് കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഇപ്പം നമുക്ക് ബോഡി പെയിൻ ഒന്നും ഇല്ല, നമുക്ക് വയറുവേദന, നടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പീരീഡ്സ് ആയിട്ടുണ്ടെന്ന് തോന്നത്തുകൂടിയില്ല. കാരണം പാഡ് വയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പം അവിടെ ഒരു സംഭവം ഇരിപ്പുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു തോന്നലും വേണ്ട. അങ്ങനെ ഒരു സംഭവം അവിടെ ഇരിക്കുന്നതേ നമ്മൾ ഓർക്കൂല. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 3 ഫോൾഡാണ് കൂടുതലും ആൾക്കാർ വെക്കുന്ന ഒരു ഫോൾഡ് എന്ന് പറയുന്നത് 3 ഫോൾഡാണ്. അപ്പോൾ ആ 3 ഫോൾഡ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫോൾഡ് C ഫോൾഡ് ആണ്. ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി മടക്കി എടുക്കുന്നതാണ് ഈ ഒരു C ഫോൾഡ്. രണ്ടാമത്തത് പഞ്ച് ഡൗൺ ഫോൾഡ് ആണ്. അതാണ് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫോൾഡാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് 7 ഫോൾഡ്. ഇതാണ് കോമൺ ആയിട്ടുള്ള 3 ഫോൾഡ്. ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു ഫോൾഡാണ് 7 ഫോൾഡ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെമ്മ്. ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സ്റ്റെമ്മ്. അപ്പോൾ ഏതൊക്കെയാണ് ഫോൾഡ് എന്ന് കണ്ടല്ലോ. C ഫോൾഡ്, പഞ്ച് ഡൗൺ, അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് 7 ഫോൾഡ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പഞ്ച് ഡൗൺ ആണ്. അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഈസിലി കയറി പോകാനായിട്ട് എളുപ്പം വരുന്നത് ആ ഒരു പഞ്ച് ഡൗൺ ഫോൾഡ് ആണ് കേട്ടോ. 2 ടൈപ്പിലാണ് നമുക്ക് ഇത് ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ വജേനയ്ക്കുള്ളിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ സ്ക്വാട്ട് പൊസിഷനിലാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മളെ യൂറോപ്യൻ ക്ലോസറ്റിൽ പോകുന്ന പോലെ നമ്മുടെ കാല് പൊക്കി അതിൽ വെച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് രണ്ടാമത്തെ ആ ഒരു രീതി കേട്ടോ. ഇതൊരു സ്റ്റെറിലൈസിങ് കപ്പാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ചൂടുവെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം ഇതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ മെൻസ്ട്രൽ കപ്പ് ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സിറോണ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന് തന്നെയാണ് ഈ ഒരു സ്റ്റെറിലൈസിങ് കപ്പ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 ഫോൾഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് C ഫോൾഡ്, ഒന്ന് പഞ്ച് ഡൗൺ, ഒന്ന് 7 ഫോൾഡ്. അപ്പോൾ ഈ ഒരു 3 ഫോൾഡിൽ എങ്ങനെയാണ് ഇതൊന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു C ഫോൾഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മടക്കി അതിനെ C ആക്കിയതിന് ശേഷം എൻ്റെ ഈ ഒരു കൈവിരലിലാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ഹോളിലേക്ക് നമുക്ക് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അത് തന്നെ എയർ കയറി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതവിടെ നല്ല ഫിറ്റായിട്ട് അവിടെ ഇരിക്കും, താഴത്തേക്ക് വരത്തില്ല. അപ്പോൾ ഇതാണ് C ഫോൾഡ് കയറ്റുന്ന ഈ ഒരു മെത്തേഡ്, ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഊരുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിക്കാം. നമ്മൾ സ്റ്റെമ്മിൽ ഒരിക്കലും വലിക്കരുത്, പതുക്കെ ഇങ്ങനെ അതിനെ ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം ഊരിയെടുക്കുക. അടുത്ത രണ്ടാമത്തത് പഞ്ച് ഡൗൺ. ഇത് ഈസി വേ ആണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കയറ്റിയതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ അത് എയർ കയറി ഇങ്ങനെ ഓപ്പൺ ആവും. നമ്മൾ വലിച്ചാലൊന്നും വരത്തില്ല, ഇങ്ങനെ വലിച്ചിട്ടൊന്നും നമുക്ക് വരത്തില്ല. ഇത് പതുക്കെ ഇങ്ങനെ പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് ഊരിയെടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് ഫോൾഡാണ് 7 ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതെന്നിട്ട് ഇങ്ങനെ ഓപ്പണായി വരുന്ന സമയത്ത് ഇത് പതുക്കെ അകത്തേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കാരണവശാലും ഇങ്ങനെ വലിക്കരുത്. ഇങ്ങനെ വലിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പെയിൻ ഉണ്ടാവും. നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ വലിക്കുമ്പം നമുക്ക് നന്നായിട്ട് പെയിൻ വരും.
ഇതിനെ പതുക്കെ ദേ ഇങ്ങനെ ഒന്ന് ആക്കി ഒന്ന് ചുളുക്കി കൊടുത്തതിന് ശേഷം പതുക്കെ ദേ ഇങ്ങനെ ആക്കി പതുക്കെ ഊരിയെടുക്കുക. അതായത് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ഇങ്ങനെ ആക്കി ഊരിയെടുക്കുക. ബ്ലഡ് കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വീണ്ടും നമ്മൾ തിളച്ച വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. പിന്നെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ പീരീഡ്സ് ആവുന്ന ടൈമിൽ മാത്രം നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം വരുന്ന ടൈമിൽ പീരീഡ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മൾ പീരീഡ്സ് ആവുന്ന ടൈമിൽ മാത്രം ഇതിനെ ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെർജിനിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, നമ്മുടെ ഹൈമൺ പോവോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. അത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒന്നും ഇതുവരെയും ആരും സംഭവിച്ചതായിട്ടൊന്നും പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. 5-6 ദിവസത്തെ പീരീഡ്സിന്റെ ഒക്കെ സമയമെല്ലാം കഴിയുന്ന സമയത്ത് ഈ ഒരു സംഭവം നന്നായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തിളച്ച വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതിനെ എടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെറിലൈസിങ് കപ്പിനകത്ത് ഇട്ട് തന്നെ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു പൗച്ച് ഉണ്ടാവും. ഈ ഒരു പൗച്ചിനകത്ത് ഇത് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാം. അല്ലാതെ തന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു കവറിനകത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ഹോൾഡ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമുക്ക് അടുത്ത മാസം നമ്മൾ പിന്നെ പീരീഡ്സ് ആവുന്ന ടൈമിൽ ഇതുപോലെ എടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യനോ ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇനി ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.